പക്ഷെ എങ്കിലും പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല അവര് ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത്, ആ എഗ്രിമെന്റ് അല്ലേ അവർ പുറത്തു വിടേണ്ടത്. ഏതാ എനിക്ക് ഏതാ അല്ല അത് എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം, അവർക്ക് ഗതികേടാ. മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രരാ. ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാലോ. ഞാൻ പറയുന്നതല്ല, ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്നത് വെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയൊരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. ഞാൻ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല, തെറിയില്ലാത്ത വേഷമാണ് വന്നതെന്ന് പറഞ്ഞു. തിയേറ്ററിൽ തെറിയുള്ള വേഷം ഇറങ്ങുകയും ചെയ്തു. ആ സമയത്ത് ഇതിങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു. പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാ. പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFK പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ്. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല. അത് അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാള് ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യം. എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ജോയിച്ചേട്ടൻ ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു അവസ്ഥ പറഞ്ഞു എന്ന് പറയുന്നത്. ലിജോ ഇന്നൊരു പോസ്റ്റ് ഉണ്ട്, പൈസയുടെ കണക്കാണ് അതിനകത്തുണ്ട്, മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവര് നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജോയിച്ചേട്ടൻ. ഇല്ല, നിരന്തരം തന്നെ പറയണത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ, നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു. ഞാൻ ഇതിനെ പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFK കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ തെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം. അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ് ഇതൊരിക്കലും ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതല്ലല്ലോ. അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ എന്നോട് ഒരാള്
ചുരുളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല. കാരണം വെച്ചാൽ എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല.